ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. 2024 10th പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാമും അതുപോലെ സെക്കൻഡ് സ്റ്റേജും കഴിഞ്ഞിട്ടുണ്ട്. ഇനി തേർഡ് സ്റ്റേജിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. PSC ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ള ശാസ്ത്ര ഭാഗത്തു നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നോക്കാം. PSC ബുള്ളറ്റിനിലെ ശാസ്ത്ര കുതിപ്പ് എന്ന ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. മദ്രാസ് IIT അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരെന്താണ് എന്നാണ്. ബറോസ് ആണ് ആൻസർ. ബറോസ് ആണ് മദ്രാസ് IIT പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര്, ബറോസ്. അടുത്തത് ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരെന്താണെന്നാണ്. ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനികാഭ്യാസം കേട്ടോ, സൈക്ലോൺ 1 ആണ് ആൻസർ. ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് സൈക്ലോൺ 1. ഇനി ഇന്ത്യൻ കരസേനയും ഉസ്ബെക്കിസ്ഥാന്റെ സൈന്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരാണ് ഡെസ്തലിങ്ക്. DUSTLIK ആണ് ഡെസ്റ്റിലിക്. ഡെസ്റ്റിലിക് ആണ് ഇന്ത്യൻ കരസേനയും ഉസ്ബെക്കിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേര് ഡെസ്റ്റിലിക്. ഇനി ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത നാവികാഭ്യാസത്തിന്റെ പേരാണ് വരുണ എന്നാണ്. ഫ്രാൻസ് ആണ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നാവികാഭ്യാസത്തിന്റെ പേരാണ് വരുണ. ഇനി ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻ. വീർ ഗാർഡിയൻ 2023. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻ 2023. ജപ്പാനാണ് കേട്ടോ ആൻസർ. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻ 2023. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻ 2023. ഇനി ജപ്പാനിൽ നടന്ന ഈ വീർ ഗാർഡിയൻ 2023 വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ വനിതാ യുദ്ധവിമാന പൈലറ്റാണ് അവിനി ചതുർവേദി. അവിനി ചതുർവേദിയാണ് ജപ്പാനിൽ നടന്നിട്ടുള്ള ഈ വീർ ഗാർഡിയൻ 2023 ഇന്ത്യൻ വ്യോമസേനയുടെ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ വനിതാ യുദ്ധവിമാന പൈലറ്റ് അവിനി ചതുർവേദി. അടുത്തത് ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യ ഉപഗ്രഹം ഏതെന്നാണ്. ധനൂരിയാണ്. ധനൂരിയാണ് ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യത്തെ ഉപഗ്രഹം, ധനൂരി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം വ്യാഴമാണ്. വ്യാഴമാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം. ഇനി ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യ ഉപഗ്രഹം ഏതാണ്? ധനൂരിയാണ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം വ്യാഴം. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് നാഗ്പൂർ ആണ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് നാഗ്പൂർ. ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ജമ്മു കാശ്മീരിലെ റിയാസിയിലാണ്. ജമ്മു കാശ്മീരിലെ റിയാസി എന്ന പ്രദേശത്താണ് ലിഥിയ നിക്ഷേപം ഇന്ത്യയിൽ കണ്ടെത്തിയത്. ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് എവിടെയെന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീരിലെ റിയാസി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം, കേരളത്തിലെ തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത്. കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? സൈലന്റ് വാലി, താഴെത്തുടുക്കിയിലാണ്. താഴെത്തുടുക്കി. കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് താഴെത്തുടുക്കി, സൈലന്റ് വാലിയിലെ താഴെത്തുടുക്കിയിലാണ്. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അല്ലെങ്കിൽ SSLVD-2 ഉപയോഗിച്ച് വിക്ഷേപിച്ച ചെറു ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്നാണ്. EOS S07 ആണ്. അതുപോലെ ജാനൂസ് 1, പിന്നെ മൂന്നാമത്തതാണ് ആസാദി സാറ്റ് 2. ആസാദി സാറ്റ് 2, EOS 07, ജാനൂസ് 1, ആസാദി സാറ്റ് 2. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഇവയാണ്. ഇവ എന്ന പേരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ പുറത്തിറക്കിയത്. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് ഡിജി കേരളം. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഡിജി കേരളം. ലോകത്തിൽ ആദ്യമായി ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം സ്കോട്ട്ലാൻഡ് ആണ്. ലോകത്തിൽ ആദ്യമായിട്ട് ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം സ്കോട്ട്ലാൻഡ്. അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവനദാതാക്കളായ വൺവെബിന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് ഏതെന്ന് ചോദിച്ചാൽ LMV-3 ആണ്.
LMV3 ആണ് അന്താരാഷ്ട്ര ഇൻ്റർനെറ്റ് സേവനദാതാക്കളായ വൺവെബിൻ്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് LMV3. ഇന്ത്യയുടെ ആദ്യത്തെ 5G ഡ്രോൺ ഏതാണ്? സ്കൈഹോക്ക് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ 5G ഡ്രോൺ ആണ് സ്കൈഹോക്ക് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ 5G ഡ്രോൺ. ദൗത്യ കാലാവധി പൂർത്തിയാക്കി 2023 ISRO നിയന്ത്രിത തിരച്ചിറക്കൽ പ്രക്രിയയിലൂടെ തിരികെ എത്തിച്ച കാലാവസ്ഥാ ഉപഗ്രഹമാണ് മെഗാട്രോപിക്സ് 1 ആണ്. ദൗത്യ കാലാവധി പൂർത്തിയാക്കി 2023 ISRO നിയന്ത്രിത തിരച്ചിറക്കൽ പ്രക്രിയയിലൂടെ തിരികെ എത്തിച്ച കാലാവസ്ഥാ ഉപഗ്രഹം മെഗാട്രോപിക്സ് 1. 2023 ജനുവരി 23 ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത സ്കോർപിയൻ ക്ലാസ് കൽവരി ശ്രേണിയിൽപ്പെട്ട ഇന്ത്യയുടെ 5ാമത്തെ അന്തർവാഹിനിയാണ് INS വാഗിയർ. 2023 ജനുവരി 23 ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്തത്. ഈ സ്കോർപിയൻ ക്ലാസ് കൽവരി ശ്രേണിയിൽപ്പെട്ട ഇന്ത്യയുടെ 5ാമത്തെ അന്തർവാഹിനിയാണ് INS വാഗിയർ ആണ്. ട്രെയിനുകളിലെ കൂട്ടിയിടി തടയുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക ഉപകരണമാണ് കവചാണ്. ട്രെയിനുകളിലെ കൂട്ടിയിടി തടയുന്നതിന് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച സാങ്കേതിക ഉപകരണമാണ് കവച്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ 5G ആംബുലൻസ് ഏതാണ്? അപ്പോക്കാണ് ഇന്ത്യയിലെ ആദ്യ 5G ആംബുലൻസ്. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യത്തിൻ്റെ പേരാണ് ജ്യൂസ്. വ്യാഴത്തിലെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യത്തിൻ്റെ പേരാണ് ജ്യൂസ്. ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഹൊസാങ് 18 എന്ന ഭൂഖണ്ഡാന്തര മിസൈൽ വിക്ഷേപിച്ച രാജ്യം ഉത്തരകൊറിയയാണ്. ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഹൊസോങ് 18 എന്ന ഭൂഖണ്ഡാന്തര മിസൈൽ വിക്ഷേപിച്ച രാജ്യം. അടുത്തത് GPS-ന് ബദലായി ഇന്ത്യയിൽ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം ഏതെന്നാണ്? നാവിക ചിപ്പാണ് GPS-ന് ബദലായിട്ട് ഇന്ത്യയിൽ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം. ബഹിരാകാശത്ത് ഇന്ത്യക്കാരെ എത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് DVD-1 ആണ്. DVD-1. ബഹിരാകാശത്ത് ഇന്ത്യക്കാരെ എത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യം DVD-1 എന്നാണ് അറിയപ്പെടുന്നത്. സുനാമി എന്നർത്ഥം വരുന്ന ഹെയിൽ 2 എന്ന ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോൺ പരീക്ഷിച്ച രാജ്യം ഉത്തരകൊറിയയാണ്. സുനാമി എന്നർത്ഥം വരുന്ന ഹെയിൽ 2 എന്ന ആണവശേഷിയുള്ള അന്തർവാഹിനി ഡ്രോൺ പരീക്ഷിച്ചത് ഉത്തരകൊറിയയാണ്. ഹെയിൽ 2 ഉത്തരകൊറിയയാണ് പരീക്ഷിച്ചത്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് സ്കൂൾ ബസ്സുകളിൽ നടപ്പാക്കുന്ന GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹിനിയാണ് വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിനായിട്ട് സ്കൂൾ ബസ്സുകളിലൊക്കെ നടപ്പാക്കുന്ന GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ. അടുത്തത് നാസയും ISROയും സംയുക്തമായിട്ട് വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ. നാസയും ISROയും സംയുക്തമായിട്ട് വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അത് നിസാറാണ്. ലോകത്തെ ഏറ്റവും ശക്തമായ റോക്കറ്റ് എന്ന അവകാശവാദത്തോടെ ഇലോൺ മസ്കിൻ്റെ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ് അടുത്തിടെ വിക്ഷേപിച്ച ഏത് റോക്കറ്റാണ് പരീക്ഷണ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ചത്? സ്റ്റാർഷിപ്പാണ് ലോകത്തെ ഏറ്റവും ശക്തമായ റോക്കറ്റ് എന്ന അവകാശവാദത്തോടെ ഇലോൺ മസ്കിൻ്റെ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ് വികസിപ്പിച്ച പുതിയൊരു റോക്കറ്റാണ് വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ചത്, സ്റ്റാർഷിപ്പ്. ഇനി 2023 മെയ്യിൽ സമുദ്രശക്തി 23 എന്ന പേരിൽ നാവികാഭ്യാസം നടന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? സമുദ്രശക്തി ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള നാവികാഭ്യാസമാണ് സമുദ്രശക്തി. ഇന്ത്യ ഇന്തോനേഷ്യ 2023 മെയ്യിലാണ് ഈ ഒരു നാവികാഭ്യാസം നടന്നത്. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ളതാണ് സമുദ്രശക്തി 23. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഫെദ എന്ന അവതാരകയെ സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണ്? കുവൈത്താണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഫെദ എന്ന അവതാരകയെ സൃഷ്ടിച്ചത് കുവൈത്താണ്. ഫെദ എന്ന അവതാരകയെ സൃഷ്ടിച്ചത് കുവൈത്ത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മെഥനോളിൽ ഓടിക്കുന്ന ബസ് പുറത്തിറക്കിയത് ബാംഗ്ലൂരാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മെഥനോളിൽ ഓടിക്കുന്ന ബസ് പുറത്തിറക്കിയത് ബാംഗ്ലൂരാണ്. സമുദ്രയാൻ മിഷന്റെ കീഴിൽ ഇന്ത്യൻ മഹാസമുദ്രം പര്യവേഷണം ചെയ്യുന്നതിന് ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി NIOT ഉപയോഗിക്കുന്ന മുങ്ങിക്കപ്പലിൻ്റെ പേരാണ് മത്സ്യ 6000. സമുദ്രയാൻ മിഷന്റെ കീഴിൽ ഇന്ത്യൻ മഹാസമുദ്രം പര്യവേഷണം ചെയ്യുന്നതിന്
ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ഉപയോഗിക്കുന്ന മുങ്ങിക്കപ്പലിൻ്റെ പേരാണ് മത്സ്യ 6000. ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹമായ NVS-01 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതെന്നാണ് GSLV Mark II F-12. GSLV Mark II F-12 ഉപയോഗിച്ചാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹമായ NVS-01 വിക്ഷേപിച്ചത്. പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജത്തെയും ശ്യാമദ്രവ്യത്തെയും കുറിച്ച് പഠിക്കാനായി സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 ബഹിരാകാശത്തേക്ക് പുറപ്പെട്ട യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൂരദർശിനിയുടെ പേരാണ് യൂക്ലിഡ്. പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജത്തെയും ശ്യാമദ്രവ്യത്തെയും കുറിച്ച് പഠിക്കാനായിട്ട് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 ബഹിരാകാശത്തേക്ക് പുറപ്പെട്ട യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൂരദർശിനിയുടെ പേരാണ് യൂക്ലിഡ്. 2023 ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്ര ദൗത്യമാണ് ലൂണ 25. ലൂണ 25 റഷ്യയുടെ ഒരു ചാന്ദ്ര ദൗത്യമായിരുന്നു. 2023 ഓഗസ്റ്റിലായിരുന്നു ഇത് പരാജയപ്പെട്ട ദൗത്യമാണ്. റഷ്യയുടെ പരാജയപ്പെട്ട 2023 ഓഗസ്റ്റിൽ നടന്നിട്ടുള്ള ചാന്ദ്ര ദൗത്യമാണ് ലൂണ 25. ട്വിറ്ററിന് ബദലായി മെറ്റ പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പാണ് ത്രെഡ്സ്. ത്രെഡ്സ് ആണ് ട്വിറ്ററിന് ബദലായിട്ട് മെറ്റ പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒമൈക്രോണിനെതിരെയുള്ള ആദ്യത്തെ mRNA വാക്സിനാണ് ജെംകോവാക് OM. ജെംകോവാക് OM ആണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഒമൈക്രോണിനെതിരെയുള്ള ആദ്യത്തെ mRNA വാക്സിൻ ജെംകോവാക് OM. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രിട്ടനാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രിട്ടനാണ്. മീഥേൻ ഇന്ധനം ഉപയോഗിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റായ സ്യൂക്ക് 2 വിക്ഷേപിച്ച രാജ്യം ചൈനയാണ്. മീഥേൻ ഇന്ധനം ഉപയോഗിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റായ സ്യൂക്ക് 2 വിക്ഷേപിച്ച രാജ്യം ചൈന. ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആണവ നിലയമാണ് ചെഷ്മ 5. ചെഷ്മ 5 ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആണവ നിലയമാണ് ചെഷ്മ 5. ബഹിരാകാശത്ത് ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറക്കിയ ആദ്യ ഉപഗ്രഹമാണ് എയോലസ്. എയോലസ് ആണ് ബഹിരാകാശത്ത് ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായിട്ട് തിരിച്ചിറക്കിയ ആദ്യ ഉപഗ്രഹം എയോലസ് ആണ്. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ അറബ് വനിതയാണ് റയാന അൽ ബർനാവി. റയാന അൽ ബർനാവിയാണ് സൗദി അറേബ്യക്കാരിയായ റയാന അൽ ബർനാവിയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യ അറബ് വനിത. പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയാണ് പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഇന്ത്യയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ ആയ ChatGPTയുടെ സൃഷ്ടാവാരെന്നാണ് സാം ഓൾട്ട്മാൻ ആണ് ChatGPTയുടെ സൃഷ്ടാവ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ ആയ ChatGPTയുടെ സൃഷ്ടാവാണ് സാം ഓൾട്ട്മാൻ ആണ് ഇത് നിർമ്മിച്ചത്. ChatGPT നിർമ്മിച്ചത് സാം ഓൾട്ട്മാൻ. വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ ആദ്യ ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് കമ്പനിയാണ് വെർജിൻ ഗാലക്റ്റിക് ആണ് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ ആദ്യ ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് കമ്പനി വെർജിൻ ഗാലക്റ്റിക്. ഇനി ചന്ദ്രയാൻ നോക്കാം. ചന്ദ്രയാൻ 3ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ P വീരമുത്തുവേലായിരുന്നു. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് നടത്തുന്ന ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. 2023 ഓഗസ്റ്റ് 23 സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. ഇനി ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രയിലെ പ്രദേശത്തിന് നൽകിയ പേരാണ് ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്ന് ISROക്ക് ലഭിച്ച ആദ്യ സന്ദേശം എന്തായിരുന്നു? ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി എന്ന മെസ്സേജ് ആയിരുന്നു ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്ന് ISROക്ക് ലഭിച്ച ആദ്യ സന്ദേശം. അപ്പോൾ പ്രൊജക്ട് ഡയറക്ടർ P വീരമുത്തുവേലായിരുന്നു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. ചന്ദ്രൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രൻ്റെ പ്രദേശത്തിന് നൽകിയ പേരാണ് ശിവശക്തി പോയിന്റ്. അടുത്തത് ഊർജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ ഏനി അവാർഡിന് അർഹനായ മലയാളിയാണ് ഡോക്ടർ പ്രദീപ് തലാപ്പിലാണ് ഊർജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ ഏനി അവാർഡിന് അർഹനായ മലയാളി ഡോക്ടർ പ്രദീപ് തലാപ്പിൽ.
ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരികയാണ് ലിസ. വാർത്താ ചാനലായ ഒഡീഷ TV യാണ് ലിസയെ അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരിക ലിസ. ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യ IIT ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് ടാൻസാനിയയിലാണ് ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യ IIT ക്യാമ്പസ് സ്ഥാപിതമാകുന്നത്. ടാൻസാനിയ. ഇന്ത്യയിലെ താക്കോൽദ്വാര ശാസ്ത്രജ്ഞയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ഡോക്ടർ ടെഹൻഡൻ ഇ ഉദ്വാഡിയാണ്. ഡോക്ടർ ടെഹൻഡൻ ഇ ഉദ്വാഡിയാണ് ഇന്ത്യയിലെ താക്കോൽദ്വാര ശാസ്ത്രജ്ഞയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഡോക്ടർ ടെഹൻഡൻ ഇ ഉദ്വാഡിയ. iPhone 15 Pro, 15 Pro Max എന്നീ മോഡലുകളിൽ ISRO വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനമാണ് നാവിക്. iPhone 15 Pro, 15 Pro Max എന്നീ മോഡലുകളിലാണ് ISRO വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം നാവിക് ആണ്. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം ഏതെന്ന്? ആദിത്യ L1 ആണ് ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം. 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ കെട്ടിടമാണ് അമേസ് 28 ആണ് 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ കെട്ടിടം അമേസ് 28. ഇന്ത്യയുടെ ആദ്യ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് പദ്ധതി നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. ഇന്ത്യയുടെ ആദ്യ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് പദ്ധതി ലഡാക്കിലാണ് നിലവിൽ വരുന്നത്. 2023 ആഗോള AI ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ്. 2023 ആഗോള AI ഉച്ചകോടിയുടെ വേദിയായിരുന്നത് ഇന്ത്യ. ലേസർ അധിഷ്ഠിത അയൺ ബീം മിസൈൽ പ്രതിരോധ സംവിധാനം അടുത്തിടെ പരീക്ഷിച്ച രാജ്യം ഇസ്രായേലായിരുന്നു. ഇസ്രായേലാണ് ലേസർ അധിഷ്ഠിത അയൺ ബീം മിസൈൽ പ്രതിരോധ സംവിധാനം അടുത്തിടെ പരീക്ഷിച്ചത് ഇസ്രായേലാണ്. ഇനി ഇൻ്റർനെറ്റിൻ്റെ അമിതോപയോഗത്തിൽ നിന്നും കുട്ടികളെയും മുതിർന്നവരെയും മോചിപ്പിക്കാൻ സഹായിക്കുന്നതിനായി ആരംഭിച്ച ക്ലിനിക്കാണ് ഇമോജൻ. ഇൻ്റർനെറ്റിൻ്റെ അമിതോപയോഗത്തിൽ നിന്നും കുട്ടികളെയും മുതിർന്നവരെയും മോചിപ്പിക്കാൻ സഹായിക്കുന്നതിനായി ആരംഭിച്ച ക്ലിനിക്കാണ് ഇമോജൻ. ലണ്ടനിലെ ഓട്ടർമാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടീച്ചറിൻ്റെ പേരാണ് ബിയാട്രിസ് ആണ് ലണ്ടനിലെ ഓട്ടർമാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടീച്ചർ ബിയാട്രിസ് ആണ്. ISROയുടെ ആദ്യ ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികർക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപമുള്ള റോബോട്ടാണ് വ്യോമമിത്രയാണ് ISROയുടെ ആദ്യ ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികർക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപമുള്ള റോബോട്ട്. എന്തായിരുന്നു ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ ദൗത്യത്തിൻ്റെ പേര്? നമ്മൾ നേരത്തെ നോക്കിയിരുന്നല്ലേ, DVD-1 ആയിരുന്നു. ISROയുടെ ആദ്യ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ പേര് DVD-1 ആണ്. ഈ ഒരു ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികർക്ക് പകരം പോകുന്ന മനുഷ്യരൂപമുള്ള റോബോട്ടാണ് വ്യോമമിത്ര. ഇനി ജനിതക ഘടന കണ്ടെത്തപ്പെട്ട ഇന്ത്യയിലെ ആദ്യ കടൽ മത്സ്യം ഏതെന്നാണ്? മത്തിക്കാണ് ജനിതക ഘടന കണ്ടെത്തപ്പെട്ട ഇന്ത്യയിലെ ആദ്യ കടൽ മത്സ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI സിനിമ ഏതെന്ന് ചോദിച്ചാൽ മോണിക്ക ആൻ AI സ്റ്റോറിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമ AI സിനിമ മോണിക്ക ആൻ AI സ്റ്റോറി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയും നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.